മധു കൊട്ടാരക്കര ഇപ്പോൾ ഇവിടെയാണ് സ്വിറ്റ്സർലൻഡാണ് അദ്ദേഹം. സ്വിറ്റ്സർലൻഡിലെ സൂറക്കിലെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയി നിൽക്കുകയായിരുന്നു ഇന്നലെയൊക്കെ. റൈൻ വെള്ളച്ചാട്ടം എന്നാണ് അതിൻ്റെ പേര്. അവിടെ നിന്ന് പുള്ളി വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് അവിടുന്ന് ടൂറിസ്റ്റുകളുടെ എണ്ണം അവിടെ വളരെ കൂടി വരും. ഇനി ഇദ്ദേഹം പറഞ്ഞിട്ട് വേണം നമ്മളിതറിയാൻ. എന്തെങ്കിലും ചോദിച്ചു കളയരുത്. റൈൻ നദിയുടെ മനോഹര കാഴ്ചകളുമായി മധു കൊട്ടാരക്കര സ്വിറ്റ്സർലൻഡ് തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രേക്ഷകരെ കാണിച്ചു തരാം. കണ്ടോളൂ പ്ലേ. സ്വിറ്റ്സർലൻഡിൽ നിന്ന് തുടങ്ങി ജർമ്മനി വഴി നെതർലൻഡ്സിലേക്ക് പോകുന്ന ഏറ്റവും വലിയ നദിയാണ് റൈൻ നദി. യൂറോപ്പിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ നദിയും റൈൻ നദി തന്നെയാണ്. ചരിത്രമുറങ്ങുന്ന സുറക് നഗരത്തിൽ നിന്ന് ഷാഫ്ഹോസനിലേക്ക് പോകും മുമ്പ് എന്തോ ഈ നദി വല്ലാതങ്ങ് ശക്തി പ്രാപിക്കും. യൂറോപ്പിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് റൈൻ ഫോൾസിലേത്. സമുദ്രനിരപ്പിൽ നിന്ന് 1100 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടത്തിന്റെ വീതി 500 അടിയും ഉയരം 75 അടിയുമാണ്. $50 മെഗാവാട്ട് വൈദ്യുതി വേണമെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. എന്നാൽ ഒരു നൂറ്റാണ്ട് മുമ്പ് ആരംഭിച്ച ജലവൈദ്യുത പദ്ധതികളൊന്നും തന്നെ പൊതുജന പ്രതിഷേധം കാരണം ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങുവാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. സ്വിറ്റ്സർലൻഡിൽ നിന്ന് മധു കൊട്ടാരക്കര, 24. ഓക്കെ, മധു കൊട്ടാരക്കര അവിടെ സ്വിറ്റ്സർലൻഡിൽ സ്വൈര്യമായിട്ട് വാഴുക. അവിടെ മറ്റുള്ള കൊട്ടാരക്കരക്കരെ സംഘടിപ്പിക്കാതെ പൊതുവെ മലയാളികളെയൊക്കെ സംഘടിപ്പിച്ചിട്ട് അമേരിക്കയിലേക്ക് മടങ്ങി പോവുക.